ഹലോ. അപ്പോൾ കുറച്ച് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുക്കാൻ വന്നേക്കുവാണ്. അതെ, അപ്പോൾ ഇന്ന് ഡ്രസ്സ് എടുക്കാൻ പോയ കഥയാട്ടോ. ഡ്രസ്സ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളൊരു ജ്യൂസൊക്കെ കുടിച്ചാട്ടോ കയറിയപ്പോൾ തന്നെ കോസ്മെറ്റിക് സെക്ഷനിൽ അവിടെ കയറി കുഞ്ചു അങ്ങോട്ട് ചോദിച്ചു എന്നെ ഒന്ന് മേക്കപ്പ് ചെയ്ത് തരാമോ എന്ന്. ആ നിൽക്കുന്ന കുട്ടി വലിയ കുഴപ്പമില്ലാത്ത കുട്ടിയായതുകൊണ്ടും പിന്നെ ഇവളുടെ ചില ഇതൊക്കെ കണ്ടിട്ടായിരിക്കും കേട്ടോ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു, ബ്ലഷൊക്കെ ഇട്ട് കൊടുത്തപ്പോഴേക്കും കുഞ്ചു അങ്ങ് ഹാപ്പി. കുറച്ചധികം നാളായിട്ട് എന്നോട് ലിപ്സ്റ്റിക്കൊക്കെ മേടിച്ച് തരാൻ പറയാറുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ പരാതി അവൾ ഈ ഇതിലൂടെ അങ്ങ് തീർത്ത് കിട്ടി. അവളങ്ങ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. നോക്കിയ മുഖത്ത് ആ ഒരു സന്തോഷം. അങ്ങനെ ഇതും കണ്ട് ഞങ്ങൾ നേരെ പോയത് അവൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി തന്നെയാണ്. എൻ്റെ കണ്ണിൽ ഫസ്റ്റ് കൊണ്ട് ഡ്രസ്സ് ഇതാട്ടോ. ആക്ച്വലി ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു പാർട്ടി വെയർ പോലെയൊക്കെ ഇരിക്കും, പക്ഷെ ഭയങ്കര സിമ്പിളുമായിരുന്നു. എന്നാലും അവിടെ ഒരുപാട് കളക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും വലിച്ചു വാരിയിട്ട് പരതി നോക്കി. കുഞ്ചിന് പിന്നെ ഒരു കുഴപ്പമുണ്ട്, ഈ കാണുന്ന ഡ്രസ്സുകളിലൊക്കെ ഇടയ്ക്ക് കയറി അങ്ങ് ഒളിച്ചിരിക്കും. അങ്ങനെ ഞങ്ങളിത് പല വെറൈറ്റി നോക്കി. അവസാനം ഞാൻ ഇത് ഫിക്സ് ചെയ്തെങ്കിലും കുഞ്ചിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. ട്രയൽ ചെയ്യാൻ പോലെ കുഞ്ചു അതെ. അങ്ങനെ ഞങ്ങൾ എടുത്ത ഡ്രസ്സുകളൊന്നും അല്ല കേട്ടോ പിന്നെ ട്രയൽ റൂമിലേക്ക് കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയതെല്ലാം ഭയങ്കര സിമ്പിളായിട്ടുള്ള ഡ്രസ്സുകളായിരുന്നു. ഇതാണ് ഞാൻ ഫസ്റ്റ് എടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് രണ്ടാമതെടുത്തു, മൂന്നാമത്, അങ്ങനെ കുറേ ഡ്രസ്സുകളെടുത്ത് എല്ലാം ട്രൈ ചെയ്ത് നോക്കി. ഞാൻ ഓല ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് നോക്കി. സത്യത്തിൽ കുഞ്ഞുനാളിൽ എന്തോരം കൊതിച്ചിട്ടുണ്ടെന്നറിയാം ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ കിട്ടാൻ വേണ്ടി. അന്നൊന്നും ഇങ്ങനത്തെ മോഡലും ഇല്ല, ഫാഷനിലും ഒന്നുമില്ല. അവസാനം ഞങ്ങളെടുത്ത ഡ്രസ്സ് കേട്ടോ ഇപ്പോൾ ലാസ്റ്റ് കണ്ടത്. കുഞ്ചിനത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അത് തന്നെ ഫിക്സ് ചെയ്യാമെന്ന് വിചാരിക്കുകയും ചെയ്തു. 1-2 ഡ്രസ്സുകൾ കൂടി അഡീഷണൽ എടുക്കുകയും ചെയ്തു കേട്ടോ. പോത്തീസിൽ ആക്ച്വലി പറയേണ്ട ആവശ്യമില്ലല്ലോ, എന്തോരം കളക്ഷൻസാ, എന്തോരം സാധനങ്ങളാ. അവിടെ പിന്നെ ചെന്ന് കയറിക്കഴിഞ്ഞാൽ പിള്ളേരെ അട്രാക്റ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് ഉള്ളത്. കുഞ്ചു ഒറ്റപ്പാട് ഇവിടെ കിടന്ന് കരഞ്ഞ് ബഹളം വെച്ചു. ഡ്രസ്സ് അവൾക്ക് വേണ്ടമ്മാന്ന് വരെ അവൾ പറഞ്ഞു. ഈ കണ്ട ടോയ്സും ഒക്കെ മതി എന്ന് പറഞ്ഞു. ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി കേട്ടോ. പിന്നെ ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് അവിടെ നിന്ന് തിരിഞ്ഞു മാറി. ഇതൊക്കെ ഓഫറിൽ കിടക്കുന്ന ഡ്രസ്സുകളാണ്. 150 റുപ്പീസേ ഉള്ളൂ. പക്ഷെ നല്ല കോട്ടൺ ഡ്രസ്സായിരുന്നു കേട്ടോ. ആക്ച്വലി അതും ഞാൻ ഒരെണ്ണം വാങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് കുഞ്ചു എന്നെ കൊണ്ടുപോയത് നേരെ തൊപ്പിയെങ്കിലും എനിക്ക് വാങ്ങിച്ച് അമ്മ എന്നും പറഞ്ഞായിരുന്നേ. അങ്ങനെ അവൾ 1-2 തൊപ്പികളൊക്കെ എടുത്ത് കാണിച്ചു. പിന്നെ അവിടെ നിന്ന് ഓരോ ഡയലോഗും പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുമായിരുന്നു. അച്ഛനോട് പരാതി പറയുന്ന രംഗമാണ് ഈ കാണുന്നത്. പിന്നെ ഞങ്ങൾ നേരെ സാരി സെക്ഷനിലേക്കും കൂടി ഒന്ന് പോയിട്ടാ. സാരി എന്ന് പറയുന്നത് നമുക്കൊരു വികാരം തന്നെയാണല്ലോ. വാങ്ങിച്ചില്ലെങ്കിലും ചുമ്മാ ചെന്നൊന്ന് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ സാരിയൊക്കെ മേടിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രൈസ് ടാഗ് നോക്കാതെ ഇഷ്ടപ്പെട്ട സാരി നോക്കിയൊന്ന് എടുത്തിട്ട് വരണം. എന്നാണ് എനിക്കതിന് സാധിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ അതെൻ്റെ ഒരു ഏറ്റവും വലിയ ഡ്രീമാണ്. എന്നെപ്പോലെ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും അല്ലേ. ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബ്ലാക്കിൽ ഈ പിങ്കല്ല, നല്ല മജന്ത കളർ വരുന്ന സാരി. ഒരുപാട് സാരിയുടെ സെക്ഷൻസ് പോത്തീസിലുണ്ട്. മസ്റ്റായിട്ട് സാരി മേടിക്കാൻ ആഗ്രഹമുള്ള സാരി ലവേഴ്സിന് പറ്റിയൊരു സ്ഥലമായിരിക്കും കേട്ടോ പോത്തീസ്. അങ്ങനെ ഞാൻ വന്ന് നോക്കുമ്പോൾ കുഞ്ചൂരിയിൽ കാജലിരിക്കുന്നു. അവൾ അച്ഛനെ സോപ്പിട്ട് ഒരു കാജലടിച്ച് മാറ്റി. ഇപ്പോഴത്തെ പിള്ളേർക്ക് മേക്കപ്പിനെ പറ്റിയുള്ള എല്ലാ സാധനങ്ങളും അറിയാം കേട്ടോ. കാലമൊക്കെ പോയൊരു പോക്കേ. അങ്ങനെ അവർ കൊണ്ടുപോയി സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കാറിൽ വെച്ചിട്ട് പിന്നെ നമുക്കറിയാമല്ലോ പോത്തീസിൽ വന്നു കഴിഞ്ഞാൽ സാധനമൊക്കെ മേടിച്ച് ചെയ്യുമ്പോൾ ഒരു ഡിസ്കൗണ്ട് കൂപ്പൺ എന്ന് പറഞ്ഞൊരു സാധനം തരും. നമുക്ക് താഴെ അവരുടെ സൂപ്പർ മാർക്കറ്റിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള സാധനം മേടിക്കാം. സത്യത്തിൽ അതൊരു ബിസിനസ് ട്രിക്കാണ്. പക്ഷേ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്തേക്ക് കയറും. 50 രൂപയാണ് നമുക്ക് കൂപ്പണിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിലും നമ്മൾ അവിടെ ചെന്നിട്ട് 50 രൂപയുടെ സാധനം ആയിരിക്കില്ലല്ലോ മേടിച്ചത്. ഇപ്പം കണ്ട വിശ്വസിച്ചെല്ലാം എൻ്റെ കുഞ്ഞു എടുത്തതാണ്. ബിസ്ക്കറ്റ് എവിടെയാ? അത് കായപ്പൊടിയാ. എങ്ങനെയുണ്ട് മോളോ? ഒരു നിമിഷം കുഞ്ചിനെ നിലത്ത് നിർത്താൻ പറ്റില്ല. നിമിഷം നിപ്പിന് അവൾ ഇറങ്ങി ഓടും. അങ്ങനെ അവസാനം ഞാൻ അവളെ ട്രാപ്പിലാക്കാൻ വേണ്ടി ഒരു ട്രോളി എടുത്ത് കുഞ്ചുവിനെ അതിനകത്തേക്ക് കയറ്റിയിരുത്തി. പക്ഷെ പണ്ടൊക്കെ കുഞ്ചു ഇരിക്കുമായിരുന്നു. ഇപ്പം കുഞ്ചു ബിഗ് എന്ന് അവൾ പറയുന്നത്. അതുകൊണ്ട് അവൾ ഇരിക്കത്തില്ല. അങ്ങനെ കുഞ്ചുവിന് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് തന്നെ ഓടിച്ചെന്നു. ഇപ്രാവശ്യം ഞാൻ നൈസായിട്ടങ്ങ് ഒഴിഞ്ഞു മാറി വിഷ്ണുവിൻ്റെ തലയിലേക്ക് അതങ്ങ് വെച്ചു കൊടുത്തു കേട്ടോ. വിഷ്ണുവിന് ആക്ച്വലി പെട്ടുപോയി വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥയായിപ്പോയി കേട്ടോ. പിന്നെ ആ ലിപ്സ്റ്റിക്ക് എടുക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചെങ്കിലും ലിപ് ബാം ആട്ടോ എടുത്തത്. പിന്നെ അത് ബില്ലടിക്കാൻ വേണ്ടി പോലും കയ്യിൽ നിന്ന് മാറ്റാതെ പിടിച്ചോണടക്കുമായിരുന്നു.
ഇപ്പം കണ്ടത് കുഞ്ചുവിൻ്റെ വ്ളോഗിങ് ആട്ടോ. ഞാൻ പറഞ്ഞില്ലേ ചില ആരോഗ്യ പ്രശ്നങ്ങളെന്ന്. ഒരു ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചപ്പോൾ കവിളത്തൊരു കുഞ്ഞു കടി കൊണ്ടു. പല്ലിന്ന് പല്ല് വെച്ചൊന്ന് കൊണ്ടതാ, പക്ഷെ അത് ഇച്ചിരി സീനായി. കവൾ നീര് വെച്ചു, സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോലും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. വിശന്ന് കുടല് കത്തി വെക്കുക, പക്ഷേ വിഭവസമ്മതമായ ഭക്ഷണം മുമ്പിക്ക് കൊണ്ട് വെച്ചിട്ട് കഴിക്കാൻ പറ്റാത്ത പറയുന്നൊരവസ്ഥയുണ്ടല്ലോ. അത് വളരെ ഭയാനകാട്ടോ. അങ്ങനെ ഒരുവിധം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. നമ്മുടെ കൊണ്ടുവന്നൂരുള്ള എംപയർ പ്ലാസ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഷോപ്പിംഗ് വ്ളോഗ് ഇവിടെ തീരുവാണ്. പക്ഷേ പിറന്നാൾ വ്ളോഗായിട്ട് ഞാൻ വേഗം വരാം. ബൈ.